നമ്മൾ ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിൽ ചർച്ച ചെയ്യുന്ന വിഷയം ചർമ്മ സംരക്ഷണം എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പം VPS ലേക്ഷർ ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടൻ്റായ ഡോക്ടർ വിനീതയുണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ചർമ്മ സംരക്ഷണം എന്നുള്ളത് പ്രായഭേദമന്യേ എല്ലാവരും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് സ്കിൻ എന്നൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാണ് നമ്മുടെ ഇന്നത്തെ തലമുറ. പക്ഷെ പലപ്പോഴും അവർ തേടുന്ന വഴികൾ, ചർമ്മ സംരക്ഷണത്തിനായി അവർ തിരഞ്ഞെടുക്കുന്ന വഴികൾ തെറ്റിപ്പോകാറുണ്ട്. അതോ അവർ ഇന്നത്തെ മാധ്യമങ്ങളുടെയൊക്കെ സ്വാധീനം അതിൽ ഒരു വലിയ റോളാണ് വഹിക്കുന്നത്. ശരിയായ ചർമ്മ സംരക്ഷണത്തിന് അല്ലെങ്കിൽ ശരിയായ ചർമ്മ സംരക്ഷണ രീതികൾ എന്തൊക്കെയാണ്? ചർമ്മ സംരക്ഷണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ തല തൊട്ട് കാല് വരെ ആഗിരണം ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ അവയവത്തിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിലുമുള്ള ത്വക്കിന് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതറിഞ്ഞിട്ട് വേണം ഓരോ സ്ഥലത്തിലും ഉള്ള ചർമ്മ സംരക്ഷണം, അതായത് തലയിൽ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ബോഡീനെ കെയർ ചെയ്യേണ്ടത്, ബോഡിയിലുള്ള സ്കിന്നിനെ കെയർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കയ്യിലും കാലുകളിലുമുള്ള. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ പലതരത്തിലുള്ള സ്കിന്നുണ്ട്. പലതരത്തിലുള്ള ഇൻ ദ സെൻസ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഗ്രന്ഥികളുടെ വ്യത്യാസം, അല്ലെങ്കിൽ കട്ടിയുള്ള സ്കിന്നാണോ കട്ടി കുറഞ്ഞ സ്കിന്നുള്ളത്. ഇപ്പൊ കണ്ണിന്റെ പോളയിലൊക്കെ വളരെ കട്ടി കുറഞ്ഞ സ്കിന്നാണ്, അതിൽ അതേസമയം കയ്യിലും കാലിലും ഒക്കെ എല്ലാം വളരെയധികം കട്ടി കൂടിയ സ്കിന്നുമാണ്. അപ്പൊ അതറിഞ്ഞിട്ടാണ് ഓരോ ഏരിയയ്ക്കും ഓരോ ചികിത്സാ രീതികൾ, അല്ലെങ്കിൽ ചികിത്സാ രീതികൾ എന്നുള്ളതിനേക്കാളും കെയർ ചെയ്യേണ്ട രീതികൾ, അതായത് എങ്ങനെ സംരക്ഷിക്കണം നോർമലായിട്ട് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് ഒരാളുടെ സ്കിന്നും മറ്റൊരാളുടെ സ്കിന്നും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ജനിതകമായ കാരണങ്ങൾ അല്ലെങ്കിൽ ജനിതകമായ സ്വാധീനം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ സ്കിന്ന് പോലെ ആയിരിക്കാം യൂഷ്വലി സാധാരണ രീതിയിൽ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടാവുക. നിറവ്യത്യാസങ്ങളും അതിനനുസരിച്ച് തന്നെ അനുഭവപ്പെടാം. സാധാരണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കിന്ന് അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുകയാണെങ്കിൽ അതിന് തന്നെ 5 തലങ്ങളുണ്ട്, 5 ലെയറുകളാണ്. നമുക്കത് പുറമേ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും മൈക്രോസ്കോപ്പിക്കലി ത്വക്ക് എന്ന് പറയുന്നത് 5 നിലകളുണ്ട്. സ്ട്രാറ്റം, ബേസയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും അറിയാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ കാണാതെ തന്നെ അതും ഈ പറഞ്ഞ പോലെ താഴെ നിന്നും മുകളിൽ പോയിട്ട് അല്ലെങ്കിൽ അത് മെച്ചുവറായിട്ട് ഡെഡായി നോർമലായിട്ട് പുതിയ സ്കിൻ വരുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്ന തലത്തിലല്ല ആ സംഭവങ്ങൾ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ റിന്യൂവൽ നടക്കുന്നത്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ചിലർ പറയുന്നുണ്ട്, ഡോക്ടർ ഞാൻ സ്ക്രബർ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ നല്ലോണം കുളിക്കാൻ അല്ലെങ്കിൽ വൃത്തിയാവാൻ ഞാൻ സ്ക്രബർ യൂസ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ലൂഫ അല്ലെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്തോട്ടെ. ഇപ്പം ഞാൻ ചോദിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അല്ല, ചെളി പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, നോർമലി ഈ പറഞ്ഞ പോലെ സ്കിന്ന് സ്വയമേ റീസൈക്കിൾ അല്ലെങ്കിൽ ഒരു റിന്യൂവൽ നടത്തുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഉരച്ച് കുളിക്കേണ്ട ആവശ്യമില്ല. വൺസ് ഇൻ എ വൈൽ, അതായത് വല്ലപ്പോഴും ഒരിക്കലും ഒരു സ്ക്രബർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ അത് ഡെയിലി യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരിക. എന്താ വരിക? ഓൾറെഡി ഡെഡായിട്ടുള്ള സ്കിന്നായിരിക്കും മേളിലുണ്ടാവുക. അതിൻ്റെ കൂടെ നമ്മൾ കൂടുതലായിട്ട് ഉരയ്ക്കുമ്പോൾ ആ ഡെഡ് ലെയറും അതിൻ്റെ താഴെയുള്ള പുതിയതായിട്ട് വരുന്ന ലെയറും കൂടിയാണ് നമ്മളതിനെ കളയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ത്വക്കിൻ്റെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ അനുഭവപ്പെടാം. അപ്പം നോർമലായിട്ട് വരേണ്ട ഒരു സ്കിന്നിനെ നമ്മളായിട്ട് കൂടുതലായിട്ട് മോശമാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ തലയിലാണെങ്കിലും ഷാംപൂ യൂസ് ചെയ്യുന്ന വിധം അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. അത് അവരവരുടെ ഹെയർ അനുസരിച്ച് അല്ലെങ്കിൽ മുടിയുടെ രീതി അനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇപ്പം മുഖത്തിന് വേറെ ലോഷൻ വേണോ, മോയ്സ്ചറൈസിങ് ലോഷൻ ആവശ്യമുണ്ടോ? നോർമലി എല്ലാവർക്കും ഒരു ചർമ്മത്തിൽ ഒരു സീബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥികൾ, സെബേഷ്യസ് ഗ്ലാൻസ്, ആ ഗ്രന്ഥികളിൽ നിന്നും സീബം എന്ന് പറയുന്ന ഒരു ഘടകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതെല്ലായിടത്തും കാണുന്നവയല്ല, മുഖത്ത്, തലയിൽ, ബാക്കിൽ, ചെസ്റ്റിലെല്ലാം കാണുന്നവയാണ്. അതിൽ നിന്നും സീബം പുറപ്പെടുവിച്ചാണ് നോർമലായിട്ട് ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു സ്കിന്നിൻ്റെ ഒരു തെളിച്ചം എന്ന് പറയുന്നത്. ചിലർക്ക് അത് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ട് മുഖക്കുരു കാണാറ്. അപ്പം അങ്ങനെയുള്ള ചർമ്മക്കാരാണോ എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇപ്പം അതെ, അപ്പം മുഖത്തിൻ്റെ സംരക്ഷണം സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുഖം എണ്ണമയം കൂടിയതാണോ അല്ലെങ്കിൽ മുഖത്തിൽ എണ്ണമയം കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത്, അങ്ങനെയുള്ളവർ ഒരിക്കലും കട്ടിയായിട്ടുള്ള ലോഷനുകളോ കട്ടിയായിട്ടുള്ള ക്രീമുകളോ യൂസ് ചെയ്യാൻ പാടില്ല.
ഓഫ് കോഴ്സ് ഒരു പ്രായത്തിന് ശേഷം മാത്രമാണ് മുഖക്കുരു ആണെങ്കിലും ആ ഒരു കൗമാരപ്രായം എത്തുമ്പോഴാണ് അത് ഹോർമോണുകളുടെ സ്വാധീനം കാരണവും കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിയായിട്ടുള്ള ക്രീമുകളും കട്ടിയായിട്ടുള്ള ലോഷനുകളും ഉപയോഗിച്ചാൽ ഈ പറഞ്ഞ പോലെ എണ്ണമയം കൂടുതലുള്ളവർക്ക് കൂടുതലായിട്ട് മുഖക്കുരു അനുഭവപ്പെടുകയും ചെയ്യാം. അപ്പം എപ്പോഴും മുഖക്കുരു അല്ലെങ്കിൽ അത് ഏത് ലോഷനാണ് ഏതെങ്കിലും ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും സൂക്ഷിച്ചു മാത്രം തിരഞ്ഞെടുക്കുക. വിദഗ്ധ ഉപദേശം കിട്ടിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഈ വിദഗ്ധ ഉപദേശം എന്ന് പറയുന്നതിന് സ്കിൻ കെയറിൽ വളരെ പ്രാധാന്യമുണ്ട്. ബിക്കോസ് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഒരുപാട് വളരെ സുന്ദരികളായ യുവതികൾ വരുന്നു, അവരുടെ സ്കിൻ കാണുന്നു, അതുപോലെ ആകും എന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് വില കൂടിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇന്നത്തെ നമ്മുടെ യുവത ശരിക്കും ബ്രാൻഡഡ് മെറ്റീരിയൽസിന്റെ ആളുകളാണ്. അപ്പോൾ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ എൻ്റെ സ്കിൻ തീർച്ചയായിട്ടും സേഫാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് എത്രത്തോളം എന്ത് മിസ്റ്റേക്കാണ് അങ്ങനെ ഒരു ധാരണയിലുള്ളത്? എന്താണ് ഇപ്പോൾ മുഖക്കുരുവിന് വേണ്ടിയിട്ടുള്ള ഓയിൻമെന്റ് അല്ലെങ്കിൽ മുഖക്കുരു മാറാനുള്ള ക്രീമുകൾ ഒത്തിരി പെരട്ടുക എന്നിട്ടും കുറയുന്നില്ല, മുഖക്കുരു വരിക. അപ്പോൾ ആദ്യം മനസ്സിലാക്കണം, ഇപ്പോൾ മുഖക്കുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നോർമലായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ചിലരിൽ നോർമലായിട്ട് അത് താന്നു പോവും. ആ ഒരു പ്രായം, ആ ഒരു ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളും നോർമലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നോർമലാവും. അപ്പോൾ കൂടുതലായിട്ട് വരുമ്പോൾ, അതായത് വേദന വരിക, ഭയങ്കരമായിട്ട് പാടുകൾ വീഴുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഡോക്ടറിനെ സമീപിക്കുക. കാരണം നമ്മുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടബിൾ ആവുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമുക്ക് കെയർ ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പം ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, നോർമലായിട്ടുള്ള ഒരാൾക്ക്, നോർമലായിട്ട് സ്കിന്നുള്ള ഒരാൾക്ക് മോയ്സ്ചറൈസിങ് ലോഷൻ്റെ ആവശ്യം വരിക ഒരുപാട് തണുപ്പ് കാലം വരുമ്പോൾ, അതായത് ആ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നല്ലോണം വിൻ്റർ സീസൺസിൽ വളരെ ലൈറ്റായിട്ട് ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ്റെ ആവശ്യമുണ്ട്. നോർമലായിട്ട് സ്കിന്നുള്ള ആൾക്ക് അതുപോലും കെയർ ചെയ്യേണ്ട ആവശ്യം. മോയ്സ്ചറൈസിങ് ലോഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു കടയിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഫേസിന് വേണ്ടി വേറൊരു ക്രീം, ബോഡി ക്രീം വേറൊന്ന്, എന്താണ് ആ ഒരു വ്യത്യാസം? ഈ ബോഡി ക്രീം നമുക്ക് ഫേസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ബോഡി ക്രീം എപ്പോഴും ബോഡിയിൽ മാത്രം യൂസ് ചെയ്യുക, ഫേസ് ക്രീം എപ്പോഴും ഫേസിൽ മാത്രം യൂസ് ചെയ്യുക. ബോഡി ക്രീം ഫേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ബോഡിയിൽ ഭയങ്കരമായിട്ട് കുരുക്കൾ, മുഖത്ത് കൂടുതലായിട്ട് കുരുക്കൾ അനുഭവപ്പെടുകയും വേദനയും റാഷസും എല്ലാം കാണാറുണ്ട്. കാരണം അത് ബോഡിയിൽ സ്കിന്ന് മുഖത്തെ വെച്ച് അപേക്ഷിക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി കൂടിയതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടും അതിന് സ്യൂട്ടബിൾ ആയിട്ടുമായിരിക്കും ബോഡി ലോഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ വരണ്ട ചർമ്മക്കാർക്ക് മോയ്സ്ചറൈസിങ് ലോഷൻ ആവശ്യമാണ്. പക്ഷെ മോയ്സ്ചറൈസിങ് ലോഷൻ നമ്മൾ യൂഷ്വലി കാണാറ് എങ്ങനെ, ഇപ്പോൾ എണ്ണ പുരട്ടി കുളിച്ചാൽ പോരെ എന്ന് ചോദിക്കും എല്ലാവരും. ഇപ്പോൾ വന്നിട്ട് ഡോക്ടർ എണ്ണ പുരട്ടുന്നുണ്ട്, എണ്ണ പുരട്ടിയാണ് എല്ലാ ദിവസവും കുളിക്കുന്നത്. പക്ഷെ എന്താണ് പ്രശ്നം വരിക? എണ്ണ പുരട്ടും കുളിക്കുന്നതിന് മുൻപെയാണ് നമ്മൾ എണ്ണ പുരട്ടി ശീലിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും. എണ്ണ പുരട്ടും അത് കട്ടി കൂടിയ സോപ്പുകൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സോപ്പ് യൂസ് ചെയ്ത് അത് കഴുകിക്കളയും, അല്ലെങ്കിൽ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ ആ എണ്ണമയം നമ്മൾ തേച്ചതും കൂടെ ചേർത്ത് പോവുകയാണ് ചെയ്യുക. അത് ശരിക്കും നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ ശീലിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഡോക്ടർ, നമ്മൾ ചർമ്മ സംരക്ഷണം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് മുഖത്തെ ചർമ്മ സംരക്ഷണം മാത്രമായിട്ട് ഒതുങ്ങി പോകാറുണ്ട്. ഒരു ഫുൾ ബോഡിയിലുള്ള ചർമ്മത്തിന്റെ സംരക്ഷണത്തിനായിട്ടാണ് എണ്ണ തേച്ച് കുളിക്കുന്നതെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. അത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ആ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് സോപ്പ് ഇട്ടിട്ട് ആ എണ്ണ ഫുള്ള് കളയുന്ന രീതിയാണുള്ളത്. ശരിക്കും ഉള്ള ഫുൾ ബോഡി ചർമ്മ സംരക്ഷണം നമ്മൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? എണ്ണ തേച്ച് കുളിക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ഒരു നോർമലായിട്ട് ഒരു ത്വക്കിന് വേണ്ട ഒരു തിളക്കം നിലനിർത്താനും ആ ഒരു എണ്ണമയം, അതായത് സ്കിൻ ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനും നമ്മൾ എണ്ണ പുരട്ടുന്നത് നല്ലതാണ്. വെറും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അത് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം അതിൻ്റെ അകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യാത്തതും അതിന് അലർജി ഉണ്ടാകുന്നതും വളരെ കുറവാണ്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ വെറും എണ്ണ തേക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില സോപ്പുകളിൽ കാരത്തിൻ്റെ അംശം വളരെയധികം കൂടുതലുള്ളപ്പോൾ അത് ഭയങ്കരമായിട്ട് പതയുകയും ചെയ്യും, ഭയങ്കരമായിട്ട് മണവും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ആ തേച്ച എണ്ണമയം മുഴുവൻ ആ സോപ്പിൻ്റെ കൂടെ അങ്ങ് പോകും. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് അനുഭവപ്പെടാം. ഈ സ്കിന്നിൻ്റെ ഡ്രൈനെസ് എന്ന് പറയുന്നത് ചിലർക്ക് വലിച്ചിലായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്, ചിലർക്ക് ചൊറിച്ചിൽ വരാം. കാരണം ആ ഡ്രൈനെസ് വരുമ്പോൾ തന്നെ ചെറുതായിട്ട് കുരുക്കൾ പോലെ വരാറുണ്ട്. അത് കയ്യിലും കാലിലുമാണ് ഏറ്റവും കൂടുതൽ കാണാറ്. ആ കുരുക്കൾ മാറി ചൊറിച്ചിലായിട്ടും അത്യന്തം ചൊറിച്ചിലായിട്ടും ചൊറിഞ്ഞ് പൊട്ടിക്കുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ആ ഒരു ഇപ്പം എണ്ണ തേക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ എന്താ ചെയ്യേണ്ടത്, അത് മുഴുവനായിട്ടും ഇങ്ങനെ ഉരച്ച് കളയുമ്പോഴത്തേക്ക് ആ എണ്ണമയം നമ്മൾ തേച്ചതിൻ്റെ ബെനിഫിറ്റും കൂടി നമുക്ക് ലഭിക്കുന്നില്ല. ഏറ്റവും നല്ലത് കുളി കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഒരു എണ്ണമയം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു ലോഷൻ ആവാം. ആ ലോഷൻ സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണോ,
ഇൻറ്റൻസ് ആയിട്ടുള്ള ക്രീംസ് അവൈലബിൾ ആണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷൻസ് അവൈലബിൾ ആണ്, മോയ്സ്ചറൈസിങ് ക്രീം അവൈലബിൾ ആണ്. അപ്പോൾ ക്രീം ആണോ ലോഷൻ വേണോ വേണ്ടത്, ഏതാണ് നമ്മുടെ സ്കിന്നിന് യോജിച്ചത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞ് വേണം യൂസ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഒരേപോലെ ഒന്നും സ്യൂട്ടബിൾ ആവില്ല. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയാണ് നമ്മുടെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതും സേഫ് ആയിട്ടുള്ളതുമുള്ള ഒരു ഓയിലെന്ന്. പക്ഷേ നമ്മളുടെ ഇന്നത്തെ കാലത്തിലൊരു ട്രെൻഡാണ്, ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അങ്ങനെ വിദേശത്ത് ലഭ്യമാകുന്ന അത്തരം പ്രോഡക്ട്സ് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളൂ. ശരിക്കും നവജാത ശിശുക്കളിലെ ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഈ വെളിച്ചെണ്ണ തന്നെയാണോ നല്ലത്? വെളിച്ചെണ്ണ മതി. കാരണം അത് എണ്ണ നമ്മുടെ സ്കിന്നിൽ നിന്ന് അബ്സോർബായി സ്കിൻ നോർമലാവുക അങ്ങനെ ഒരു സംഗതി ഇല്ല. നമ്മുടെ സ്കിന്ന് അത് ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. അതെങ്ങനെ ഇരിക്കും എന്നുള്ളതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കൂടുതലായിട്ട് കേടുപാടുകൾ വരാതിരിക്കാനാണ് നമ്മൾ ആ കുട്ടിയെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതുമെല്ലാം. വെറും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഒലിവ് ഓയിലും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഓരോ കുട്ടിക്കും സ്കിന്ന് ഭയങ്കര സോഫ്റ്റാണ്, അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി എണ്ണമയം ഭയങ്കര കട്ടിയുള്ള എണ്ണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കുരുക്കൾ അല്ലെങ്കിൽ വേദന നിറഞ്ഞ പഴുപ്പ് നിറഞ്ഞ കുരുക്കളെല്ലാം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണ തേക്കുക, സാധാരണ രീതിയിൽ എണ്ണ തേക്കുക, കുളിപ്പിക്കുക. അത് വെറും വെളിച്ചെണ്ണയാണെങ്കിലും മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ആ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്കിന്നിന്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ പൊതുവെ സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും വളരെയധികം അലട്ടുന്നൊരു പ്രശ്നമാണ് അണ്ടർ ഐസ് വരുന്ന ആ ബ്ലാക്ക് കളർ ഡാർക്ക്നെസ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്? നമ്മൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാരണങ്ങളുണ്ട് കണ്ണിന് ചുറ്റും കറുപ്പ് വരാൻ. ചിലർക്ക് പാരമ്പര്യമായിട്ട് വരാം, ചിലർക്ക് ഈ ശ്വാസം മുട്ടൽ, അലർജി, തുമ്മൽ ഒക്കെ ഉള്ളവർക്ക് നാച്ചുറലായിട്ട് തന്നെ കണ്ണിന് ചുറ്റും ചൊറിച്ചിലും എല്ലാം വരാറുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മൾ അറിയാതെ തന്നെ കണ്ണ് തിരുമ്പുന്ന സ്വഭാവമുള്ളവരാണെന്നുണ്ടെങ്കിലും കണ്ണിന് ചുറ്റും കറുപ്പ് വരാം. നമ്മൾ ഓരോ പ്രാവശ്യം അറിയാൻ ശ്രമിക്കേണ്ടത്, നമ്മൾ ഓരോ പ്രാവശ്യം തിരുമ്പുമ്പോഴും അല്ലെങ്കിൽ അലർജി വരുമ്പോഴും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് ആദ്യം പറഞ്ഞതുപോലെ വളരെ നേർത്ത തൊലിയാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ പ്രാവശ്യം അതിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴും അതിന് ഇറിറ്റേഷൻ വരുമ്പോഴും അതിൻ്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കും. ആ കട്ടി കൂടുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നത്. അപ്പോൾ കട്ടി കുറയ്ക്കാനുള്ള ക്രീമുകൾ ലഭ്യമാണ്. ട്രീറ്റ്മെൻറ്റ്സ്, പീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ പീലിംഗ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഏറ്റവും പ്രാധാന്യം നല്ലോണം ഉറങ്ങാൻ സാധിക്കണം. ഉറക്കമില്ലായ്മയും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും തമ്മിലും റിലേഷൻ കണ്ടിട്ടുണ്ട്. സ്ട്രെസ് ഫാക്ടേഴ്സും റിലേറ്റഡ് ആണ്. അപ്പം നമ്മളൊരു സ്കിന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അകത്തുള്ളതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത്. അപ്പം എന്ത് നമ്മുടെ ജീവിതത്തിലുണ്ടായാലും അത് നമ്മുടെ സ്കിന്നിനെയും അല്ലെങ്കിൽ തൊലിനെയും ബാധിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഈ സ്കിൻ കെയറിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. അത് ചൂട് കാലത്തിൽ മാത്രം എന്നുള്ള രീതിയിലല്ലാണ്ട് സ്ഥിരമായിട്ടും അതൊരു ഹാബിറ്റ് എന്ന രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവും. പിന്നെ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. കാരണം വൈറ്റമിൻ D3യുടെ ഇത് വേണമെന്നുണ്ടെങ്കിലും സ്കിന്നിൽ നമ്മൾ സൂര്യപ്രകാശം തട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ D3 ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ, ഞാൻ മോൾക്ക് ഇപ്പോഴേ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ, അവളുടെ മുഖം കറുത്ത് വരുന്നുണ്ട് വെയിൽ കൊള്ളുമ്പോൾ, വേണോ വേണ്ടയോ, എപ്പോഴാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്, ആണുങ്ങൾക്ക് സൺസ്ക്രീൻ വേണോ എന്നുള്ള ചോദ്യങ്ങളാണ് യൂഷ്വലി നമ്മളിപ്പോൾ കാണാറുള്ളത്. അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് അലർജി ഉള്ളവർക്കും അതായത് സൺലൈറ്റിന് അലർജി ഉള്ളവർക്കും കൊടുക്കാറുണ്ട്. ഒരു ആൻറ്റി ഏജിങ് എന്നുള്ള രീതിയിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതായത് മുഖത്ത് ഒരുപാട് ചുളിവുകൾ വീഴാതിരിക്കാൻ, പാടുകൾ വീഴാതിരിക്കാൻ, വന്ന പാടുകളുടെ കറുപ്പ് കുറയ്ക്കാൻ ഇതെല്ലാം സൺസ്ക്രീൻ യൂസ് ചെയ്യണം. യൂഷ്വലി ഒരു 30-35 വയസ്സിന് ശേഷമാണ് നോർമൽ രീതിയിൽ ഒരാൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും എല്ലാ സൺസ്ക്രീനും സ്യൂട്ടബിൾ ആവില്ല. അതും ഈ പറഞ്ഞ പോലെ വിദഗ്ധമായിട്ട് ഉപദേശം തേടിയതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക. നോർമലായിട്ട് ചെറുപ്പത്തിൽ ഒരു ചെറിയ കുട്ടിക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല, എക്സെപ്റ്റ് ഇഫ് ദർ ഈസ്, അതായത് എന്തെങ്കിലും അസുഖമുണ്ട് അല്ലെങ്കിൽ സൺലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാറുള്ളൂ. ഡോക്ടർ, ഈ ഫെയർനെസ് ക്രീമൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് ഇന്ന് വളരെ സാധാരണമാണ്. നമുക്ക് ഏതൊരു പലരും കൗമാരത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ശരിക്കും ആ പ്രായത്തിൽ നമ്മൾ അങ്ങനെ ഒരു ക്രീം യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഫെയർനെസ് ക്രീം? അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പ്രായത്തിൽ സേഫായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും?
ഫെയർനെസ് ക്രീം എന്നുള്ള കോൺസെപ്റ്റ് പോലും നമ്മൾ ഈ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഞാൻ നന്നായിട്ടിരിക്കണം, എൻ്റെ സ്കിൻ നല്ലതാവണം, അതിനേക്കാളിലും ഉപരി നമ്മുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ